ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പഴയ കാലത്ത് ചെയ്തെടുത്തിരുന്ന ഒരു അടിപൊളി മാങ്ങാത്തരയുടെ റെസിപ്പിയുമായിട്ടാട്ടാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് മാങ്ങാത്തര കേട്ടാം. അത് നമുക്ക് പച്ച മാങ്ങ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം, പഴുത്ത മാങ്ങ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു ഐറ്റാട്ടാം. അത് ഈ ഒരു ന്യൂ ജനറേഷനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തെടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പായ ഉണ്ടല്ലോ, പായയിൽ വെച്ചിട്ടാണ്, പായയുടെ വലുപ്പത്തിന് വെച്ചിട്ടാണ് ഈ ഒരു മാങ്ങാത്തര അവർ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഈ മാങ്ങാത്തര റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ജനറേഷനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു കിടിലൻ ഐറ്റം, പിള്ളേർക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. ചെറുതായിട്ടൊരു പഴുപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ മാങ്ങക്ക്. പച്ച മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാട്ടോ. നമ്മളിവിടെ കിട്ടിയിട്ടുള്ള മാങ്ങയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുള്ള മാങ്ങകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സംഭവം നമ്മൾ കഴിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു ഭരണിയിലാക്കി എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ ഒരു വർഷമൊക്കെ നമുക്കിത് കേടുവരാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച വരെ നമ്മളിതൊന്ന് വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയെടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ചൂടായതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ വെയിലിൽ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് ഒത്തിരി നാളിത് 2 വർഷം വരെയൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കുന്നത് കൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സംഭവം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ തേങ്ങയും ശർക്കരയും വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വിളയിച്ചിട്ട് കഴിക്കാറുണ്ട്. ചിലവർ വെറുതെ നമ്മൾ ചുരുട്ടി കഴിക്കില്ലേ, അതേപോലെയും കഴിക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റം കഴിക്കാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാനിതാ 4 മാങ്ങയെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാനിത് കഴുകി എടുത്തിട്ടുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി നുറുക്കിയെടുക്കാം. ജാറിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു പൾപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മാങ്ങ വെന്ത് വന്നെങ്കിലാണ് നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. വളരെ കുറച്ച് മതിയാവും. ഇതിൽ പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ
മാങ്ങ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിരുന്ന് ഈ ഒരു വെള്ളം ചെറുതായി ഒന്ന് വറ്റി വരും. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും നമ്മുടെ മാങ്ങ ഇരുന്ന് നല്ല പോലെ ഒന്ന് വെന്ത് അലുത്ത് കിട്ടണം. അപ്പോഴാണ് നമുക്കിത് ജാറിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അതുവരെ ഇതൊന്ന് റെഡി ആവട്ടെ. ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടാണ്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളം അത്യാവശ്യം വറ്റി നമ്മുടെ മാങ്ങ നല്ല പോലെ ഇങ്ങനെ അളുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്നിരുന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഐറ്റാണല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതേ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പാറിലിടുന്ന കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു തംബ്ലൈനൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാട്ടോ, ഒട്ടും നിർബന്ധമല്ല നിങ്ങൾക്കിത് കൊടുക്കണമെന്ന്. നമ്മളിപ്പോൾ ഇത് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കളർ, ഫുഡ് കളർ നമ്മൾ ചേർത്തെടുക്കാതെ ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരട്ടെ. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത് ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചങ്ങെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഇവിടെ കായപ്പൊടി ചേർത്തെടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയുടെ ആ ഒരു പൾപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചർ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നമ്മളൊരു തവിയിലെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. കണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വലിയൊരു പരന്ന പാത്രത്തിലേക്ക് ഒരല്പം എണ്ണ തടകിയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതേപോലത്തെ ഒരു വലിയ പാത്രത്തിലാണ് നമ്മളൊരല്പം എണ്ണ തടകി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് 2 or 3 പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിവിടെ ഒറ്റ പാത്രത്തിൽ തന്നെ ആക്കി വലുതാക്കി അങ്ങ് എടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ എല്ലാ വശവും ഒന്ന് ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് വീടിൻ്റെ മേലെ ഫ്ലോറിലൊന്ന് കൊണ്ടുവെക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നമ്മുടെ മാങ്ങാത്തര നമ്മൾ 2 ദിവസത്തെ നല്ല ശക്തിയായ വെയിൽ നമ്മൾ കൊള്ളിച്ചെടുത്തിട്ടുള്ള
ഒരൈറ്റം കേട്ടോ. നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരൈറ്റം. ഇത് നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗം ഒന്ന് നല്ല പോലെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് നമ്മളൊന്ന് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുണ്ട് പതിയെ എങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിതേപോലത്തെ 2 വലിയൊരു പാത്രത്തിലാണ് നമ്മളിത് ആക്കിയെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ, നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമുക്കിത് പഴുത്ത മാങ്ങ വെച്ചിട്ടും നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണ്ടേ. ഇതേപോലെ ഞാൻ ഒരു സൈഡൊന്ന് കത്തി വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതേപോലത്തെ ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയും വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ നമുക്ക് എല്ലാം ചുരുട്ടിയെടുക്കാം. നമ്മൾ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങാത്തര നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഒരു ഐറ്റം കേട്ടോ. പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇത് കടിച്ചങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇളം തക്കച്ചാറ് കഴിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറാണ് എനിക്ക് തോന്നിയത്. കാരണം ചെറിയൊരു മധുരം, പുളി, അതേപോലെ തന്നെ ആ ഒരു മറ്റേ കായപ്പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സീസണല്ലേ മാങ്ങയുടെ, എല്ലാവർക്കും വെറുതെ ഒന്ന് കാറ്റ് വീശിക്കഴിഞ്ഞാൽ കൊഴിഞ്ഞാടി വീഴുന്നൊരു സംഭവമാണ് മാങ്ങ. അപ്പോൾ അതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇതേപോലെയൊക്കെ ചെയ്ത് ഒരു ബോട്ടിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ മിഠായിയൊക്കെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള പിള്ളേർക്കൊക്കെ ഇതേപോലെയൊക്കെ ഒരു രസത്തിന് വേണ്ടി കൊടുക്കുക. അവരൊരു ഭാഗത്തങ്ങിരുന്നോളും. അത്രയും നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.